ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുടെ ടാറ്റ നെക്സോൺ EV M+45 ഒരു ലേറ്റസ്റ്റ് ഇൻഫോർടൈൻമെൻറ്റ് അപ്ഡേഷൻ വന്നതോടുകൂടി നമ്മുടെ ഓഡിയോ സിസ്റ്റത്തിൽ വന്നൊരു ഫോൾട്ടാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതായത് മറ്റൊന്നുമല്ല, നമ്മുടെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു ഇൻഫോർടൈൻമെൻറ്റ് അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതായത് 17.86 ആണ് വേർഷൻ വരുന്നത്. ഈ അപ്ഡേഷൻ ചെയ്തതിന് ശേഷം നമ്മുടെ JBL മോഡ്സിൽ നമുക്ക് പ്രീസെറ്റഡ് ആയിട്ട് കുറേ ഇക്വലൈസേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതിനകത്ത് ബാസ് എൻഹാൻസർ, വൈഡ് സ്റ്റേജ്, സിനിമാറ്റിക് എക്സ്പീരിയൻസ്, ഓഡിയോ ബുക്ക്, അങ്ങനെ കുറച്ച് എന്താ പറയുക പ്രീസെറ്റഡ് ആയിട്ടുള്ള ഇക്വലൈസേഴ്സ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. അതിനകത്ത് ബാസ് എൻഹാൻസർ ഇടുമ്പോൾ നമുക്ക് ആ ഒരു എഫക്റ്റ് നമ്മുടെ സ്പീക്കർ സിസ്റ്റത്തിൽ നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു. എന്നാൽ ഈ 17.86 അപ്ഡേഷൻ വന്നതോടുകൂടി ഇതിൻ്റെ ആ ഒരു ഇക്വലൈസർ ഫങ്ഷൻസ് ഒന്നും തന്നെ കറക്റ്റായിട്ട് ആ ഒരു എഫക്റ്റ് നമുക്ക് സൗണ്ട് സിസ്റ്റത്തിൽ കിട്ടുന്നില്ല. അത് എന്താണെന്ന് ഞാൻ പിന്നീട് നോക്കിയപ്പോൾ, ഇപ്പോൾ ബാസ് എൻഹാൻസർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റിങ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിനകത്ത് എല്ലാ ഇക്വലൈസേഴ്സും നോർമലായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ ഇത് ഇങ്ങനെയല്ലായിരുന്നു. മാത്രമല്ല, അതിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് സ്പീക്കേഴ്സിലൂടെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നുമില്ല. അത് മാത്രമല്ല, സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണെങ്കിലും മറ്റേത് മോഡ്, ഇപ്പം ഇലക്ട്രോണിക് മ്യൂസിക്, ഓഡിയോ ബുക്ക്, ഇതൊക്കെ ഓരോ രീതിയിലുള്ള സ്പീക്കർ എഫക്ട്സ് ആയിരുന്നു നമുക്ക് തന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഈ 17.86 അപ്ഡേഷൻ വന്നതോടുകൂടി നമുക്ക് ആ ഒരു സ്പീക്കറിൻ്റെ ആ ഒരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് പലതിലും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു അപ്ഡേഷനിലൂടെ. പിന്നീട് ഞാനത് റെക്ടിഫൈ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നോർമലി എല്ലാവർക്കും അറിയാമായിരിക്കും, കസ്റ്റം ചെയ്തിട്ട് നമ്മൾ ഇക്വലൈസർ നമുക്ക് സ്യൂട്ടായിട്ടുള്ള ഇക്വലൈസർ മോഡിലേക്ക് നമ്മൾ കസ്റ്റം ചെയ്ത് സെറ്റ് ചെയ്താണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനു മുമ്പ് ഉള്ള ഇൻഫോർടൈൻമെൻറ്റിലുള്ള ഈ ഒരു ഫീച്ചേഴ്സ് നമുക്ക് കറക്റ്റായിട്ട് എഫക്റ്റ് ചെയ്യുമായിരുന്നു. അതൊരു പക്ഷേ ഈ ഒരു അപ്ഡേഷൻ ഉണ്ടായ ഒരു ബഗ് ആവാനാണ് ചാൻസ്. അപ്പം ഈ ഒരു ബഗ് ഇൻ ഫ്യൂച്ചർ നെക്സ്റ്റ് അപ്ഡേഷനിൽ ടാറ്റ അത് റെക്ടിഫൈ ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാനായിട്ട്, ഇതൊന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ടാറ്റ നെക്സോൺ EV ഉപയോഗിക്കുന്ന ഏതെങ്കിലും ആൾക്കാർക്ക് ഈ ഒരു ഇത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് മെൻഷൻ ചെയ്താൽ മതി. പിന്നെ ഇത് ഞാൻ എൻ്റെ സപ്പോർട്ട് ടീമിനും കാര്യങ്ങൾക്കും ഒക്കെ, ടാറ്റയുടെ സപ്പോർട്ട് ടീമിന് ഞാൻ എൻ്റെ പ്രോപ്പർ മെയിൽ അയച്ചിട്ടുണ്ട്. അപ്പം അതൊരു നോട്ട് ചെയ്തിട്ട് ഫ്യൂച്ചർ അതിൻ്റെ ഒരു റെക്ടിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.